ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നിപ്പം ഫ്രൈഡേ ഉച്ചയായി. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഫ്രൈഡേ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് റെക്കോർഡ് ചെയ്യാമെന്ന്. പൊതുവേ ഫ്രൈഡേ നമ്മൾ ഡിന്നറൊക്കെ കഴിക്കാൻ പുറത്ത് പോകാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുക്ക് ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് വേണ്ടിയിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കി. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ട് വയറിൽ സ്ഥലം ഉണ്ടെങ്കിൽ ഡിന്നറിന് രാത്രി നമ്മൾ പുറത്ത് പോകും. അതല്ല, സ്ഥലം ഇല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യും വേറെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം ഞാൻ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്യാമെന്ന്. സോ ആദ്യം പോയി ലഞ്ച് കഴിക്കണം. ലഞ്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പിന്നെ ബാംഗ്ലൂരിൽ ഇവിടെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ആയിട്ട് നല്ലൊരു ക്ലൈമറ്റാണ്, ഒരു കോസി ക്ലൈമറ്റ്. അപ്പം നോക്കാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മൾ ദം ബിരിയാണി നമ്മൾ തുറക്കാൻ പോകാട്ടോ. രാവിലെ ഉണ്ടാക്കി വെച്ചോണ്ട് ഞാൻ മെല്ലെ അതൊന്ന് ചൂടാക്കി എന്നിട്ട് തുറന്ന് നോക്കിയപ്പം മോനെ എന്താ രസം കാണാൻ, നല്ല റിച്ച് ലുക്ക്. പിന്നെ എൻ്റെ ഡൗട്ടായിരുന്നു, ഓൾറെഡി കുറേ സാധനം ഉണ്ട് അതിൻ്റെ മേലെ, ഇനി ഈ വറുത്ത ഉള്ളി എവിടെ ഇടും എന്നുള്ളതായിരുന്നു എൻ്റെ ഡൗട്ട്. പിന്നെ അത് ഞാൻ വെറുതെ മേലെ വെതറി. പിന്നെ ഞാൻ എല്ലാവർക്കും വിളമ്പി കൊടുത്തപ്പം അവരുടെ പ്ലേറ്റിലേക്കും കുറച്ചങ്ങ് ഇട്ട് കൊടുത്തു. ആൻഡ് ബിരിയാണി കാണുന്ന രസം മാത്രമല്ല കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിച്ചിട്ട് ഇനി വൈകുന്നേരം പുറത്ത് പോവും ഡിന്നർ കഴിക്കാമെന്ന് എനിക്ക് വലിയ വിശ്വാസമില്ല. ഇത് കഴിക്കുമ്പോൾ തന്നെ നമ്മളുടെ വയറ് ഫുൾ ടു ഫുള്ളാവും. സംഭവം എടുക്കാൻ ഒരിത്തിരി ബുദ്ധിമുട്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ രാവിലെ ഉണ്ടാക്കി വെച്ചതാണ്. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ചപ്പാത്തി പരത്തുന്ന കല്ലും മാർബിൾ കല്ലാണ്. അപ്പോൾ അതും മേലെ വെച്ചിരുന്നു ദം എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ ഒരു കയ്യിൽ ക്യാമറയും കൂടിയായിരുന്നു. അപ്പോൾ പിന്നെ എടുക്കാൻ ഡബിൾ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ എടുത്തൊക്കെ കഴിഞ്ഞിട്ട് നല്ല സുഖസുന്ദരമായിട്ട് നമ്മൾ വയറ് നിറച്ചു നമ്മളുടെ ദം ചിക്കൻ ബിരിയാണിയോടെ. ആദ്യം ശരിക്കും കുക്കിനെ വെക്കണമെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ്, ഞാൻ എങ്ങനെയെങ്കിലും ചെയ്തോളാമെന്ന്. പിന്നെ കുക്കിനെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു സുഖം അങ്ങ് മനസ്സിലാവുന്നത്. ഒരാൾ ഉണ്ടാക്കി തരുന്നത് വലിയ സുഖം തന്നെയുള്ള കാര്യമാണ്. അങ്ങനെ ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആമസോണിൽ നിന്നൊരു ഡെലിവറി വന്നിരുന്നു. അപ്പോൾ അത് മെയിൻലി ഒരു ബ്ലൗസാണ്. അത് ഞാൻ പിന്നെ തുറന്ന് കാണിക്കാം. ഇനി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ മാത്രം പോരല്ലോ, വന്നിട്ട് അടുക്കള മൊത്തം ക്ലീൻ ആക്കണ്ടേ. അതൊരു സ്ഥിരം ഡ്യൂട്ടിയാണ്. കിച്ചൺ ഇങ്ങനെ വൃത്തികേടായിട്ട് കാണുന്നത് എനിക്ക് തീരെ സഹിക്കാൻ പറ്റില്ല. ഒന്നിൽ തുടങ്ങും, പക്ഷേ പിന്നെ എല്ലാം അയച്ചു മാറ്റി ക്ലീൻ ആക്കാൻ ഞാൻ തുടങ്ങും. അപ്പം എന്നെ അടുക്കളയിൽ നിന്ന് ആവാഹിച്ച് പുറത്തു കൊണ്ടുവരേണ്ടി വരും. ഇപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്തത് നമ്മളുടെ റെസ്റ്റിംഗ് ടൈമാണ്. ഫാമിലിയോടെ നമ്മൾ റെസ്റ്റ് ചെയ്യും. ഇപ്പോഴത്തെ ബാംഗ്ലൂരിൻ്റെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ബാംഗ്ലൂരിന് തന്നെ അറിയില്ല. സമ്മറാണോ അല്ല, വിൻ്ററാണോ അതും അല്ല, എന്നാൽ സ്പ്രിംഗ് സീസണാണോ അതും അല്ല. ബാംഗ്ലൂരിന് തന്നെ കൺഫ്യൂഷനാണ് എന്താണ് സീസണിന്. അപ്പോൾ ഇന്നെന്തായാലും കുറച്ച് പൊടിയായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ആമസോണിൽ നിന്ന് വന്ന പാക്കേജ് ഓർത്തത്. അപ്പോൾ അതൊക്കെ ഒന്ന് മെല്ലെ തുറന്ന്, അത് ശരിക്കും നമ്മളുടെ ഓണം സെലിബ്രേഷൻ ഉണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. അപ്പോൾ ആ ഫംഗ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു റെഡിമെയ്ഡ് ബ്ലൗസ് ഓർഡർ ചെയ്തതാണ്. ഞാൻ വിചാരിച്ച കുറച്ച് ലൂസൊക്കെ ആയിരിക്കുന്നു, പക്ഷേ കറക്റ്റായിരുന്നു. അങ്ങനെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഞാൻ കാണുന്നത് ദൈവം ഉറങ്ങിയതാണ്. ഹലോ ചിക്കു, ഹൗ ആർ യു? ഹായ്, കൊള്ളാലോ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ വിചാരിച്ചു ഡിന്നർ കഴിക്കാൻ ഇനി എന്തായാലും പുറത്ത് പോകണ്ട, ബിരിയാണിയൊക്കെ കഴിച്ച് നമുക്ക് വയറ് നിറഞ്ഞു, അതുകൊണ്ട് നമുക്ക് ചായ കുടിക്കാനൊന്ന് പുറത്ത് പോകാമെന്ന്. അങ്ങനെ ചായ കുടിക്കാൻ പുറത്ത് പോവുകയാണ് നമ്മൾ സ്ഥിരം പോകുന്ന സ്ഥലത്ത് തന്നെ. എവിടെ? ഇതോ? ഇത് റെയിൽവേ പാളായിരിക്കോ? ഒരു ഗാർഡിനൊക്കെ വെക്കേണ്ട വരും. ഇവിടുത്തെ സെക്യൂരിറ്റിനെ വെച്ച് ശരിയാവില്ല. അവര് ചിലപ്പോ ട്രെയിനിന് എപ്പോഴും കടത്തി വിട്ടോണ്ടിരിക്കും. അച്ഛന് സമോസ, അമ്മക്ക് അട. ഞാൻ കടലപ്പരിപ്പ് പറയുന്നത്. എനിക്കെന്താ വേണ്ടേ?
അപ്പത്തേക്ക് തീർന്നല്ലോ. ഇതെന്നെ മറ്റേതുണ്ടാ പൊട്ടില്ലാത്തത്? അതിന്റെ പൊക്കെ ശവം എടുത്തോ. ഓക്കെ, അച്ഛന്റെ സമൂസ എടുത്തോ. ഇത് അത് തന്നെ ഇടാ, അതിലത്തൊരു മുട്ട ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിനെ സെൽഫി എടുത്തോ. ആ ചിരിച്ചോണ്ടിരിക്കണ്ടില്ലേ? ഞാൻ വരേക്ക് നോക്കട്ടെ. ഹലോ, ഫൗണ്ടനാടാ ഏത്? ഇത് നമ്മളുടെ ചെറിയൊരു ഫ്രൈഡേ വ്ളോഗായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.